മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെ ഓർമ്മകൾക്ക് ഇന്ന് 9 വയസ്സ്. എല്ലാവർക്കും പ്രിയങ്കരനായിരുന്ന രാഷ്ട്രപതി. ഒരു തലമുറയെ തന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ക്രാന്തദർശിയായി രാജ്യം കലാമിനെ ഓർക്കുന്നു. தேசிய கொடியும் அசைந்து சொல்லும் கலாம் கலாம் சலாம் சலாம். தேசம் முழுக்க எழுந்து சொல்லும் கலாம் கலாம் சலாம் சலாம். கலாம் கலாம் சலாம் சலாம். கலாம் கலாம் சலாம் சலாம். தேசிய கொடியும் அசைந்து சொல்லும் கலாம் கலாம் சலாம் சலாம். தேசம் முழுக்க எழுந்து சொல்லும் கலாம் கலாம் சலாம் சலாம். கல்லும் முள்ளும் புல்லும் சொல்லும் கலாம் கலாம் சலாம் சலாம். காலம் கடந்து காலம் சொல்லும் கலாம் கலாம் சலாம் சலாம். கலாம் கலாம் சலாம் சலாம். கலாம் கலாம் சலாம் சலாம். ഇതായിരുന്നു കലാം. ഒരു ശരാശരി ഭാരതീയന് നേടാവുന്നതിലപ്പുറം കീഴടക്കി ഒരു കാലഘട്ടത്തിന്റെ തന്നെ പ്രചോദനമായി മാറുമ്പോഴും മനസ്സിലെന്നും തീർത്തും സാധാരണക്കാരനായ രാമേശ്വരംകാരൻ. ജൈനുലബ്ദിന്റെയും ആഷിയമ്മയുടെയും ഇളയ മകനായി ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു ജീവിച്ച കലാമിന്റെ ജീവിതവും ഭാവിയും രൂപീകരിക്കുന്നതിൽ രാമേശ്വരത്തിനും മാതാപിതാക്കൾക്കും കൂട്ടുകാർക്കുമെല്ലാം വലിയ പങ്കുണ്ട്. വലിയ സ്വപ്നങ്ങൾ കാണുന്നത് ശീലമാക്കിയ കലാം തന്റെ ജീവിതത്തിൽ കൂടെ കൂട്ടിയത് വിമാനം പറത്തണമെന്ന ഒറ്റമോഹം. 1960-ൽ DRDOയുടെ ശാസ്ത്രജ്ഞനായിട്ടാണ് കലാമിന്റെ സുദീർഘമായ ഔദ്യോഗിക ജീവിതത്തിന്റെ തുടക്കം. പിന്നീട് 1969-ൽ ISROയിലേക്ക് കലാമിന്റെ പ്രധാന കർമ്മമണ്ഡലങ്ങളിലൊന്നായി തുമ്പ മാറുകയായിരുന്നു. രാജ്യം തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ ഉപഗ്രഹം വിക്ഷേപണ വാഹനം SLV-3യുടെ പ്രോജക്ട് ഡയറക്ടറായിരുന്നു കലാം. പിന്നീട് DRDOയുടെ ഇന്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ പ്രോഗ്രാമിന്റെ തലപ്പത്തേക്ക് കലാം എത്തിയ കാലഘട്ടത്തിലാണ് അഗ്നി, പൃഥ്വി ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ സ്വപ്ന പദ്ധതികൾ യാഥാർത്ഥ്യമായത്. തന്റെ രാജ്യത്തിന്റെ അതിരില്ലാത്ത സാധ്യതകളിലുള്ള വിശ്വാസമാണ് മറ്റ് രാജ്യങ്ങളെപ്പോലും വെല്ലുവിളിച്ച് പൊക്രാൻ ഉൾപ്പെടെയുള്ള ആണവ പരീക്ഷണങ്ങൾക്ക് കലാമിന് ധൈര്യം നൽകിയത്. രാമേശ്വരത്തെ തെരുവോരങ്ങളിൽ പത്രം വിറ്റ് നടന്ന ബാലൻ രാജ്യത്തിന്റെ പ്രഥമ പൗരനായി മാറിയത് 2002-ൽ. രാജ്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ജനപ്രിയനായ രാഷ്ട്രപതിയായി മാറാൻ കലാമിന് വളരെ വേഗം കഴിഞ്ഞു. കുഞ്ഞുങ്ങളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച കലാം ഓരോ കുഞ്ഞു സ്വപ്നങ്ങളിലും കണ്ടത് രാജ്യത്തിന്റെ ഉന്നതിക്ക് വേണ്ടിയായിരുന്നു. 2015 ജൂലൈ 27-ന് ഷില്ലോങ്ങിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് വേദിയിൽ കുഴഞ്ഞു വീഴുന്നതുവരെ കലാം അത് തുടർന്നുകൊണ്ടേയിരുന്നു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എല്ലാ ഫർണിച്ചറുകൾക്കും വൻ വിലക്കുറവ്. 4 നിലകളിലായി മികച്ച കളക്ഷൻസ്. ബെഡുകൾക്കായി പ്രത്യേക വിഭാഗം. 2400 രൂപ മുതൽ ഗ്യാരണ്ടി ബെഡുകൾ. EMI സൗകര്യം ലഭ്യമാണ്. വുഡ്പെക്കർ ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ, ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, കട്ടപ്പന.